ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിലു ബേബീസ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് വിറക് ഒക്കെ കൂട്ടിയിട്ട് കത്തി ഞങ്ങള് പിടിക്കട്ടെ. ഞങ്ങള് പിന്നെ അൽഫാമിൻ്റെ മസാലയൊക്കെ റെഡിയാക്കുന്നത്. അതിന് വലിയുള്ളി, ചെറിയുള്ളി, തക്കാളി, പച്ചമുളകൊക്കെ കൂടെ ഇട്ടിട്ട് പിന്നെ മസാലകളൊക്കെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിയിട്ടോ. അപ്പോൾ അത് 2-3 പാക്കറ്റ് ഇതായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടോ. ഉള്ള മസാലയൊക്കെ എടുത്ത് വരുന്നുണ്ട്. മതിയാ? പിന്നെ ഇത് കുരുമുളകാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കണ പറഞ്ഞപ്പോൾ എല്ലാം അതാണ് പെട്ടിയില് ബോക്സിലാക്കാണ്ട് ഒക്കെ പാക്കറ്റിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇത് മല്ലിപ്പൊടി, മുളക് പൊടി 5-8 മുളക് പൊടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ കടയിലൊന്നും നാരങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ സുർക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. നാരങ്ങ ഞങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ എന്താ ഇല്ലാത്തതൊക്കെ നോക്കിയിട്ട് ഇടായിരുന്നു. അപ്പോൾ ഒക്കെ കുറച്ച് ഇടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഉപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാ. പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിക്സ് അതിൽ കൂട്ടിയിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടാ. മസാലയൊക്കെ നമ്മൾ അവിടെ പോയി അടുപ്പിൻ്റെ ഓയിൽ തന്ന് വഴക്കണം. പിന്നെ നല്ല മസാലയൊക്കെ കുഴച്ച് മൂടി വെച്ചു. പിന്നെ ഒരു 5 മിനിറ്റ് മൂടി വെച്ച്. അപ്പോഴേക്കും തീയൊക്കെ കത്തി കനലായിട്ടുണ്ട് കേട്ടോ. പിന്നെ വാഴൻ്റെ തണ്ട് കൊണ്ട് അതിൻ്റെ മേലെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നെയ്ബേഴ്സൊക്കെ കൂടിയിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്ന പ്ലാന്. ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ മിലൂസ് ഉറങ്ങുമായിരുന്നു കേട്ടോ. ചിക്കൻ വെച്ചിട്ടില്ല. ഇനി എന്താണ്? പിന്നെ ഇക്കു വന്നിട്ടുണ്ടായിരുന്നു. ഇക്കു ചിക്കൻ ഫസ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരായിട്ട് വെക്കുക പറഞ്ഞു. പക്ഷെ പിന്നെ അനുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൻ തന്നെ വെക്കുകയായിരുന്നു കേട്ടോ. വീഡിയോയിൽ കമന്റ് വരുന്നു. ആകെ 16 കമന്റ്. ഞാൻ എൻ്റെ അത്ര അക്കൗണ്ട് ഇത്ര വലിയ പീസൊക്കെ ആവശ്യമുണ്ടോ? കുറച്ച് അടുത്തടുത്ത് വെക്കടാ. അവനെന്താ അപ്പുറത്ത് ആവശ്യമുണ്ടോ? കുറച്ച് അടുത്തടുത്ത് വെക്കടാ. അവനെന്താ അപ്പുറത്ത് അതെയോ ഇരുന്നു. അതില് ഇവനെ ഇരുത്തിയാലോ? അതിന്റെ ഫ്ലേവർ വരും. നീ കൈ കൊണ്ട് തേച്ചു സ്പൂൺ എടുക്കാം.
മസാലയൊക്കെ അതിന്റെ മേലെ കൂടെ ആക്കി വിടും. വെറുതെ എങ്ങനെ കലങ്ങിട്ടേ ഇല്ല. ഒരവിടെ മഞ്ഞ ഒരവിടെ ചോപ്പ്. അങ്ങനെ അതിന്റെ ഫ്ലേവർ വരുന്നു വാടേന്റെ. പൊട്ടിത്തെറിക്കില്ല, പക്ഷെ കോച്ചൂര് നന്നായി അടിക്കണ്ട. മറ്റേത് ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കടാ. ബാക്കി വെക്കുക, മറിച്ചിടുമ്പോ അതിന്റെ ഉള്ളില് ഇല്ലെങ്കിൽ കോച്ചൂര്. പിന്നെ ഇവര് തീയൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ട് തീ കത്തിച്ച പറഞ്ഞ ഇറച്ചി കരിയിലേ പറയാം. ഞാൻ കുറെ പറഞ്ഞു. പിന്നെ തീ കത്തിക്കുന്നുട്ടാ. പിന്നെ മീലൂസ് എണീച്ച് വന്നുട്ടാ. എനിക്കെന്താ പണി? എന്ത് വേണ്ട വേണ്ട. പിന്നെ തീ കത്തിച്ച് നോക്കിയിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല കരിഞ്ഞിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ കരിഞ്ഞ് അങ്ങനെ കത്തിച്ചപ്പോ കരിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ. വരയിടാൻ പാടില്ലടാ, വരയിടാൻ പാടില്ല. അതാ അടുത്തത്, അതാ അടുത്ത ആളെ പിടിക്കാൻ പോണതാ. ചിക്കൻ അനുവിന്റെ അല്ലേ കോഴി? ഏതാണ്? എനിക്ക് എന്റെ വീട്ടിൽ കോഴിയൊന്നും അറിയില്ല. ബാക്കി മസാലയായി മറ്റേത് തേച്ച് വെക്കാം. ഒക്കെ റെഡി ആയിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരു സ്പൂണ്, ആ സ്പൂണും കൊണ്ട് തന്നെ എടുക്ക്. അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. തന്നെ